ഹലോ, ഞാൻ ഡോക്ടർ സൗദ ചെറിയേരി, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്. മെയ് 11 മുതൽ 17 വരെ റെറ്റിനോബ്ലാസ്റ്റോമ അവയർനെസ് വീക്കായി ആചരിക്കുന്നു. റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. റെറ്റിനോബ്ലാസ്റ്റോമ എന്നാൽ കുട്ടികളുടെ കണ്ണിനെ ബാധിക്കുന്ന ഒരു കോമൺ ക്യാൻസർ ആണ്. ഇത് കണ്ണിന്റെ റെറ്റിന അഥവാ നേത്രപടലത്തെയാണ് ബാധിക്കുന്നത്. ഇത് സാധാരണയായി 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. ഇത് ഒരു കണ്ണിലോ അതോ 2 കണ്ണിലോ ആയി കാണാം. ഇത് പാരമ്പര്യമായോ അല്ലാതെയോ കാണാം. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കൃഷ്ണമണിക്ക് നടുക്കായി കാണുന്ന ഒരു വൈറ്റ് റിഫ്ലക്സ്. നമ്മൾ പൂച്ചയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു ഷൈനിങ് റിഫ്ലക്സ് കാണാറില്ലേ, അതുപോലെ ഒരു വൈറ്റ് റിഫ്ലക്സ് കാണാം. പിന്നെ ട്യൂമറിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് കുട്ടിയുടെ കാഴ്ചയെ ബാധിക്കാം. എന്നാൽ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് പറയാൻ അറിയില്ല. അത് മിക്കവാറും ഒരു കോങ്കൺ ആയിട്ട് അല്ലെങ്കിൽ കുട്ടി തല ചിരിച്ചു നോക്കുക അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ സൈസ് വീണ്ടും കൂടുന്തോറും കണ്ണ് പുറത്തേക്ക് തള്ളി വരിക, കണ്ണിൽ പ്രഷർ കൂടിയിട്ട് കണ്ണില് അമിതമായ വേദന, ചുവപ്പ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. ബയോപ്സി കൂടാതെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ചുരുക്കം ചില ക്യാൻസറുകളിൽ ഒന്നാണ് റെറ്റിനോബ്ലാസ്റ്റോമ. ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ ഡീറ്റെയിൽ ഫണ്ടസ് എക്സാമിനേഷൻ അഥവാ തുള്ളിമരുന്ന് ഒഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് പരിശോധിക്കുന്നതിലൂടെ ഈ ട്യൂമർ മൊത്തമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ, MRI സ്കാൻ എന്നിവ എടുത്ത് ട്യൂമറിന്റെ എക്സ്റ്റെന്റ് അറിയാനും ഇത് കണ്ണിന്റെ ഞരമ്പായ ഒപ്റ്റിക് നെർവിനെ ബാധിച്ചിട്ടുണ്ടോ, കണ്ണിന്റെ പുറത്തേക്ക് ബാധിച്ചിട്ടുണ്ടോ, ബ്രെയിനിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട്, ഇതൊക്കെ അറിയാൻ സാധിക്കും. ഇതിന്റെ ചികിത്സയിലേക്ക് നോക്കുമ്പോൾ പലതരം ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് അവൈലബിൾ ആണ്. തുടക്കത്തിൽ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ കാഴ്ചയെ ബാധിക്കാതെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. എന്നാൽ അസുഖം മൂർച്ഛിക്കുന്നതോടുകൂടി കുട്ടിയുടെ കാഴ്ചയെയും ജീവനെ തന്നെ അപകടത്തിൽപ്പെടുത്തിയേക്കാം. പലതരം കീമോതെറാപ്പി, ലേസർ ട്രീറ്റ്മെന്റ് എന്നിവ അവൈലബിൾ ആണ്. ഇത് കണ്ണിന്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കണ്ണ് പൂർണ്ണമായും എടുത്തു മാറ്റേണ്ടി വരും. എനോക്ലേഷൻ എന്നാണ് ഇതിന് പറയുക. കണ്ണ് എടുത്തു മാറ്റിയ ശേഷം പ്ലാസ്റ്റിക് നിർമ്മിത കൃത്രിമ കണ്ണ് വയ്ക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ നോർമലായിരിക്കുമെങ്കിലും ഇതിന് കാഴ്ച പ്രദാനം ചെയ്യാൻ കഴിയില്ല. ഓരോ കുഞ്ഞിന്റെ ജീവനും വിലപ്പെട്ടതാണ്. അതിനാൽ നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണിൽ എന്തെങ്കിലും വൈറ്റ് റിഫ്ലക്സ്, പുതുതായി കോങ്കണ്ണ് ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ സമീപിക്കുക.